ഇന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റി നാളെ വന്നെന്നിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസിന് ഓപ്പൺ ആയിരിക്കുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഓപ്പർച്യൂണിറ്റീസ് വരത്തില്ല. ഹായ്, ഞാൻ ദീപ. എങ്ങനെ വീട്ടിലിരുന്ന് ഒരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വീഡിയോ സീരീസിന്റെ 5ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്ഷൻ ഐറ്റംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ആക്ഷൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ പ്രസൻസ് ആണ്. ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ SEO, അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. അതുമല്ല കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അതിനേക്കാട്ടിലും എളുപ്പവും ഫ്രീയും ആയിട്ടുള്ള സംഭവമാണ് FB പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഓൾറെഡി തന്നെ ഒരു 500 ഫോളോവേഴ്സ് ഉള്ളൊരു FB പേജ് ഉണ്ടായിരുന്നു. എൻ്റെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേര് മാറ്റിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ കവർ പേജും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റി നല്ല രീതിയിൽ തന്നെ ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ആയാലും അബൌട്ട് അസ് ആയാലും കോണ്ടാക്ട് പേജ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്യണം. നേരത്തെയുള്ള എന്തെങ്കിലും കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ FBയിൽ ചെയ്യുക. പിന്നെ റെഗുലറായിട്ട് നമ്മളിതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളത് ഗൂഗിൾ ബിസിനസ്സിൽ നമ്മൾ നമ്മുടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്തിനാണ് ഗൂഗിൾ ബിസിനസ്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ ഇപ്പോൾ കിഡ് സ്റ്റോറ് അല്ലെ ടൈലറിങ് ഷോപ്പ് എന്നൊക്കെ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൽ ഇപ്പോൾ സാധാരണയായിട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ആരാണോ സെർച്ച് ചെയ്യുന്നത് അവരുടെ ആ ലൊക്കാലിറ്റിയിലുള്ള ഈ ബിസിനസ് എല്ലാം ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതല്ല, നമ്മളായിട്ട് തന്നെ കൊടുത്തിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് വിത്ത് അഡ്രസ് പിന്നെ ഫോൺ നമ്പർ അങ്ങനെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെർച്ച് ചെയ്യുന്നവരുടെ അടുത്ത് ഗൂഗിൾ തന്നെ ഇതങ്ങ് സജസ്റ്റ് ചെയ്തോളും. പിന്നെ ആ ഒരു പേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മൾ FBയിൽ പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഈ ഗൂഗിൾ ബിസിനസ്സിൻ്റെ ആ പേജിൽ നമ്മൾ പോസ്റ്റൊക്കെ ഇടണം. അത്യാവശ്യം ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിൽ നല്ല ടാഗ്സും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കണം. ഇതൊരു ഫ്രീ സർവീസാണ്, അതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗൂഗിൾ ബിസിനസ്സിലൊരു പ്രൊഫൈൽ പേജ് ഉണ്ടാക്കുക. പിന്നെ ഉള്ളത് നമ്മളൊരു സർവീസ് ചാർജ് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് അടുത്തത്. അതായത് നമ്മൾ പലയിടത്ത് വിളിച്ച് അന്വേഷിച്ചല്ലോ, പലയിടത്ത് വിളിച്ച് അന്വേഷിച്ചതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആയിട്ട് ഒരു സർവീസ് ചാർജ് നമ്മൾ സെറ്റ് ചെയ്യുക. സർവീസ് ചാർജ് എന്ന് ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ തയ്യക്കൂലി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഞാൻ സെറ്റ് ചെയ്തിരുന്നത് 500 രൂപയാണ്. അത് മെറ്റീരിയൽ കൂടാണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ അങ്ങോട്ട് താഴോട്ട് പോകാനും താല്പര്യമില്ല, തീരെ അങ്ങോട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് മേടിക്കാനും അന്നേരം താല്പര്യമില്ല. കാരണം എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണം. കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കണം. കാരണം 500-ൽ താഴെ ആയിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഇച്ചിരി അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും എനിക്ക് വരുന്നത്. അപ്പോൾ ഇവരുമായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇനിഷ്യൽ പോസിറ്റീവ്നെസ് ചിലപ്പോൾ അങ്ങോട്ട് ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 500 സെറ്റ് ചെയ്തത്. അത് വളരെ ഹൈ ആണെന്ന് പറയുന്നില്ല, എങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ വരത്തുള്ളൂ. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ 500 രൂപ സെറ്റ് ചെയ്തത്. പിന്നെ അപ്പോൾ അത് നമ്മൾ എവിടെയും പറയുമൊന്നും വേണ്ട കേട്ടോ, അത് ആൾക്കാർ വിളിക്കുന്ന അനുസരിച്ച് പറഞ്ഞാൽ മതി എൻ്റെ റേറ്റ് ഇത്രയാണെന്ന്. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആക്ഷൻ ഐറ്റം എന്നുള്ള നിലയിലാണ്. നമ്മളതൊന്ന് സെറ്റ് ചെയ്തേക്കുക മനസ്സിൽ, ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണം. നമ്മുടെ വർക്ക് നമുക്ക് കുറേയധികം വർക്ക് എടുത്ത് കാണിച്ചാൽ മാത്രമല്ലേ നമ്മുടെ ആ ഒരു കഴിവ് നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് തയ്ക്കുന്ന പോലെയല്ലോ ബാക്കിയുള്ള പിള്ളേർക്ക് തയ്ക്കുമ്പോഴത്തേക്കാണല്ലോ നമ്മുടെ ആ ഒരു എന്തായിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് ബാക്കിയുള്ളവർ അറിയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കൂടുതൽ കിട്ടുക വേണം. അപ്പോൾ അധികം ഹൈ ആക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് തുടക്കത്തിൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം നമുക്ക് അതനുസരിച്ച് നമുക്ക് വർക്ക് അനുസരിച്ച് നമുക്കത് കൂട്ടും
എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് ഈ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ സാധനം കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ബൊട്ടിക്കിന് പേര് വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞ് സാധനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗൊക്കെ നോക്കി, പക്ഷെ ഒരു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ നോക്കിയത് പേപ്പർ ക്യാരി ബാഗ്സ് ആണ്. പേപ്പർ ക്യാരി ബാഗ്സ് ഈ കാണുന്ന പോലത്തെ പേപ്പർ ക്യാരി ബാഗ്സ് ആണ്. ഇതൊരു മീഡിയം സൈസാണ്. ഒരു ഫ്രോക്കൊക്കെ ഇതിനകത്ത് സുഖമായിട്ടിരുന്നോളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരെണ്ണത്തിന് ഒരു പീസിന് 12 രൂപയാണ്. അല്ലാതെ വലിയ ക്വാളിറ്റിയുടെ കൊണ്ട് 20 രൂപയുടെ ഈ സെയിം വലിപ്പത്തിന് തന്നെ നല്ല ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റി പേപ്പർ വന്നിട്ട് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ആയിട്ടുള്ള പേപ്പർ വന്നിട്ട് 20 രൂപയുടെ വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ 12 രൂപയുടെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടല്ല എടുത്തു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 50 എണ്ണേ ഞാൻ എടുത്തുള്ളൂ. 50 എണ്ണം എടുത്തപ്പോൾ എനിക്ക് 500 രൂപ, അതായത് 10 രൂപ റേറ്റിൽ കിട്ടി. പിന്നെ ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് പ്രിൻ്റ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ മിനിമം ഒരു 1000 എണ്ണം എടുക്കണം. 1000 എണ്ണം എടുക്കണമെങ്കിൽ ഇപ്പോൾ 8 രൂപയുടെ റേറ്റ് നോക്കിയാൽ പോലും 8000 രൂപയാവും. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് വേറെ. അപ്പോൾ അത്രയൊന്നും നമുക്ക് ആദ്യം അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്ലെയിൻ പേപ്പർ ബാഗ് വാങ്ങിച്ചേച്ച് നമ്മുടെ കാർബൺ പേപ്പറും പിന്നെ മാർക്കർ ഉണ്ടല്ലോ, ബ്ലാക്ക് മാർക്കർ പെന്നും വെച്ചിട്ട് നമ്മുടെ തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ പേര് നമ്മൾ ആർട്ടിസ്റ്റിക്കലി ഒന്ന് എഴുതുക. എന്നിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതിലോട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഈ മാർക്കർ പെൻ വെച്ച് വരച്ചു കഴിഞ്ഞാൽ ശരിക്കും പ്രിൻ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലായിടത്തും യൂണിഫോം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലേ നിങ്ങളത് പ്രിൻറ്റിങ്ങിന് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്ത രീതി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പൊതിഞ്ഞു കൊടുക്കണ്ട. നമ്മൾ ഇച്ചിരി ഒരു മെനക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ബാഗ് വാങ്ങിച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ ഐറ്റം, അതായത് നമ്മുടെ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഓർഡർ ഒന്നും കിട്ടുന്നില്ല, നമുക്കൊരു എൻക്വയറിയും വരാൻ പോകുന്നില്ല എങ്കിൽ പോലും ലാഭവും നഷ്ടവും ഒന്നും നോക്കാണ്ട് നമ്മൾ വളരെ പതുക്കെയാണെങ്കിൽ പോലും ഈ ഒരു ബൊട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചുകൊണ്ടിരിക്കും എന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു. എന്നാന്ന് വെച്ചാൽ ഞാൻ തന്നെ അങ്ങോട്ട് ഡൗൺ ആവാൻ പാടില്ലല്ലോ. ഇത് ഓർഡർ എപ്പോൾ വരും എന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല. നമ്മൾ തയ്ക്കാൻ തുടങ്ങി, പക്ഷെ ഓർഡർ ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒന്ന് മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഓർഡർ ഒന്നും ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇതൊന്നും തിരിഞ്ഞു പോവില്ല. 1 വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ച് നിൽക്കും. അല്ലാതെ പല കിണർ കുത്തുന്ന പരിപാടിയിലേക്ക് പോരുത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ സെപ്റ്റംബർ തൊട്ട് തയ്ച്ചു തുടങ്ങി. ഡിസംബർ വരെ തയ്ച്ചു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം തയ്ച്ചു. ഒരു 6-7 ഫ്രോക്കൊക്കെ തയ്ച്ചിട്ടുള്ളൂ. ആദ്യം ഞാൻ ബർത്ത്ഡേ ഫ്രോക്കിൽ തുടങ്ങിയെങ്കിലും പിന്നീട് ഞാൻ മനസ്സ് മാറ്റിയിട്ട് ബാപ്റ്റിസം സെറ്റൊക്കെയാണ് ചെയ്തു വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെ തയ്ച്ചു വെച്ചും ഒരു ഓർഡർ പോലും വന്നില്ല. എന്ന് വെച്ചാൽ ഒരു എൻക്വയറി പോലും വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇതിനെത്രയാണെന്നൊക്കെ ചോദിച്ച് വിളിക്കുമെങ്കിലും ഒരു കാര്യമായിട്ടൊരു എൻക്വയറി, എനിക്ക് ഇന്നത് ചെയ്തു തരണം, ഇതിനെത്രയാവും, അങ്ങനെ ഒരു രീതിയിലൊരു എൻക്വയറി വന്നില്ല. അപ്പോൾ ചെറിയ രീതിയിലൊരു നിരാശ വന്നു. നിങ്ങൾക്കും സംഭവിക്കാം. അപ്പം ഞാൻ ഇഗ്നോയുടെ MBA ചെയ്യുന്നുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കതിന് കുറച്ച് പേപ്പേഴ്സും കൂടെ കിട്ടാനുണ്ടായിരുന്നു അന്നേരം. ഇപ്പോഴും ഉണ്ട്, എനിക്ക് ഇനിയും ഒരു 4 പേപ്പറും കൂടെ കിട്ടാനുണ്ട്. അപ്പം അന്നേരം ഞാൻ എന്നാ ചെയ്തേ, ഡിസംബറിലും ജൂണിലുമാണ് നമുക്ക് ഇഗ്നോയുടെ പരീക്ഷ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിലെ കുറച്ച് പേപ്പേഴ്സ് അങ്ങോട്ട് എഴുതിയെടുക്കാം. 2 എണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 എണ്ണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസംബർ പകുതി ആയപ്പോഴത്തേക്കും ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ട് നിർത്തി വെച്ച് അത് പഠിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. അത് പഠിച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, ശരിക്കും പറഞ്ഞാൽ പരീക്ഷയുടെ തൊട്ട് തലേന്നായപ്പോഴത്തേക്കും 2 പേര് എൻക്വയറി ചെയ്തു. അതായത് അവർക്ക് ഒരാൾക്ക് ഫ്രോക്കും ഒരാൾക്ക് ബാപ്റ്റിസം സെറ്റും വന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻക്വയറി വരുന്നു, അതിൻ്റെ ഒരു പേടി അത് എല്ലാവർക്കും കാണും കേട്ടോ.
ആദ്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഇത് ശരിയാവോ, ഇവരെന്ത് വിചാരിക്കും, ഇവർക്കറിയാവോ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നാൾ നോക്കിയിരുന്നിട്ട് ആരും വിളിക്കാഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവർക്ക് വിളിക്കാൻ കണ്ടത്. അങ്ങനെയുള്ള ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ഓർഡർ ഞാനിപ്പോൾ എടുക്കുന്നില്ല. കാരണം നമ്മൾ അതിനേക്കാളും വലിയ അത്യാവശ്യമുള്ള പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നേരമാണോ ഈ ഒരു കാര്യം? ഇല്ല. അതുമല്ല നമ്മൾ ഇനി എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്താലും ഇവരിത് ഓർഡർ തരുന്നൊരു ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സങ്ങ് മടുത്തിരിക്കുവാന്നേ. അതുകൊണ്ട് ഇത് വേണ്ടെന്നാണ് ആദ്യം വെച്ചതെങ്കിലും പിന്നീട് ഞാനത് എസ്റ്റിമേറ്റ് ഞാൻ ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. പരീക്ഷയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവർ വിളിച്ചിട്ട് ഓർഡർ ഇവർ കൺഫേം ചെയ്തു, ഇവർ ഓർഡർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടുന്നത്. ആ 2 ഓർഡറും എനിക്ക് കിട്ടി. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിരുന്നു, അതുകൊണ്ട് നമുക്ക് അന്നേരം അത് കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. എല്ലാം ഫേവറബിളായിട്ട് വരുന്നൊരു കണ്ടീഷൻ ചിലപ്പോൾ അന്നേരം കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ കുറച്ച് അൺഫേവറബിൾ കണ്ടീഷൻസിലൂടെ തന്നെ പോകുന്നതാണ് നമുക്ക് നല്ലത്. കാര്യങ്ങൾ പഠിക്കാനായിട്ട് നല്ലത് അൺഫേവറബിൾ കണ്ടീഷൻസാണ്. അല്ലാതെ എപ്പോഴും നമുക്ക് ഫേവറബിളായിട്ട് ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങുകയാണ്, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് മേള് വരെ എത്തിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ മേളിലല്ല കുറച്ചങ്ങോട്ട് എത്തി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു തട്ടുകേട് പറ്റി നമ്മൾ താഴെ വീഴുകയാണ്. അന്നേരം ഈ ഹെൽപ്പ് ചെയ്തവരൊന്നും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തെന്ന് വരത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ എത്തിയല്ലോ, അപ്പോൾ പിന്നെന്തിനാ ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് തന്നെ മുകളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഏതൊരു സമയത്തും ഉള്ള പ്രതിസന്ധി നമുക്കങ്ങോട്ട് തരണം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി കിട്ടും. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്ന് വെച്ചാൽ അതൊന്ന് എഴുതി വയ്ക്കാം. ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ 1 by 1 ഓർത്തെടുത്ത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ എഴുതി വെച്ച കാരണമാണ്. ഈ എഴുതി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ജീവിതം മുന്നോട്ട് കിടക്കണം. അപ്പം ഇനിയും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതിനേക്കാട്ടിലും വലിയ പ്രതിസന്ധികൾ വരാം. അന്നേരം നമുക്കിതൊന്നും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു പോസിറ്റീവ്നെസ് വരും. കാരണം ഇത്രയും വലിയൊരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്താണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊരു വിശ്വാസം വരും. നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ നമുക്ക് ഫേവറബിളായിട്ട് എപ്പോഴും കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കരുത്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസിന് എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിരിക്കാം. ഇന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റി നാളെ വന്നെന്നിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസിന് ഓപ്പൺ ആയിരിക്കുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഓപ്പർച്യൂണിറ്റീസ് വരത്തില്ല. വരുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഓർഡർ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻക്വയറി വരുമ്പോൾ എങ്ങനെ നമ്മളത് ഡീൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.